മോർണിംഗ്, അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓണം എക്സാം നമ്മുടെ അടുത്ത് എത്താറായില്ലേ. അപ്പൊ എല്ലാ മക്കളും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായല്ലോ. റിവിഷൻസ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുന്ന ആയിക്കോട്ടെ, നമ്മുടെ പ്രിപ്പറേഷൻസ് അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാവോ ടഫ് ആവോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവും. മക്കളൊന്നും പേടിക്കേണ്ട. ആംഗിൾസ്, കോണുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് മക്കളെ പരിചയപ്പെടുത്തി തരാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. തുടങ്ങിയാലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. മക്കൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാം അല്ലെ. എന്തിന്റെ ചിത്രമാ? ഒന്ന് നോക്കിയേ, എന്തിന്റെ ചിത്ര? ഇതൊരു ക്ലോക്കിന്റെ ചിത്രമാണ്. അപ്പൊ ആംഗിൾസിന്റെ ക്ലോക്ക് അല്ലെ, ക്ലോക്കിനുള്ളിലെ കോണുകൾ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഭാഗം തന്നെ പഠിച്ചിട്ടുണ്ട്. ക്ലോക്കിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കോണുകളും അതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് മക്കളെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം, എക്സാമിന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ പോലും എൻ്റെ മക്കൾ എന്ത് ചെയ്യില്ല, പേടിക്കില്ല. കാരണം നമ്മൾ അതിന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ചിത്രം കാണാം. ചിത്രത്തിൽ എന്തുണ്ടടാ? ഒരു ക്ലോക്ക് ഉണ്ട് അല്ലെ, ഒരു ക്ലോക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മച്ച് ഡിഗ്രീസ് ഡു ദ മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ഇൻ 1 hour? ക്വസ്റ്റ്യൻ എന്താണ്? ഒരു മണിക്കൂർ കൊണ്ട് മിനിറ്റ് സൂചി ഏതാ? ഇതാണ് മിനിറ്റ് സൂചി. എത്ര ഡിഗ്രി തിരിയും? ഒരു മണിക്കൂർ കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? മക്കളെ, നമുക്കറിയാം 1 hour എന്ന് പറയുന്നത്, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ശരിയല്ലേ? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്, 60 minutes. അപ്പൊ നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഇതാ ഇവിടെയാണെന്ന് വിചാരിക്കാം. നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഇതാണ്. അപ്പൊ മിനിറ്റ് ഹാൻഡ് ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യത്തില്ലേ? ഇതാ നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഇതാ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഇതാ ഈ മിനിറ്റ് ഹാൻഡ് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. 5 മിനിറ്റായി, 10 ആയി, 15, 20, 25, 30, 35, 45, 50, 55, 60. 60 മിനിറ്റ് ആവുമ്പോൾ ഇത് കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിയും അല്ലേ? ഒരു തവണ കംപ്ലീറ്റ് തിരിയുമ്പോൾ ഇത് എത്രയാവും? 360 ഡിഗ്രി, 360 ഡിഗ്രി തിരിയും. മിനിറ്റ് സൂചി ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയും? 360 ഡിഗ്രി. ഇതാ ഇവിടെ നിന്നല്ലേ തുടങ്ങുക. 1, 2, 3, 4, 5 മിനിറ്റ്. അങ്ങനെ 60 മിനിറ്റ് ആയാൽ ഒരു മണിക്കൂറായി. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഫുൾ റൊട്ടേഷനാ, കംപ്ലീറ്റ് ആയിട്ട് തിരിയണം. അത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കിയേ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് ഇൻ ദ പിക്ചർ? അതായത് ചിത്രത്തിലെ ക്ലോക്കിലെ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണ്? ചിത്രത്തില് 2 സൂചികൾ കുട്ടികൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. ഇത് 1, ഇത് 2 സൂചികൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവര് തമ്മിലുള്ള കോണളവ്, ആംഗിൾ എത്രയാണ്? ഇപ്പൊ തന്നെ മക്കൾ വിചാരിക്കണം, മിസ് ഇത് എന്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണെന്ന്. ആണെടാ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഇവർ തമ്മിലുള്ള കോണളവ് എത്രയാണ്? ഇത് അറിഞ്ഞിരിക്കാൻ മക്കൾ വേറൊരു കാര്യം അറിയണം. എന്താ അറിയേണ്ടത്? നമുക്കറിയുന്നൊരു കാര്യമാണ്. എന്താണ്? 360 ഡിഗ്രി മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി. അതാ ഇത് മൊത്തം 360 ഡിഗ്രിയാണ്. ഈ 360 എന്ന് പറയുന്ന ഈ മൊത്തം ആംഗിളിനെ ഇതാ നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 360 എന്ന് പറയുന്ന മൊത്തം ആംഗിളിനെ 12 കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കുക അല്ലേ? ഡിവൈഡഡ് ബൈ 12. അപ്പൊ എത്ര കിട്ടും? നമുക്കറിയാം, ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ 30 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഒരു ക്ലോക്കിന്റെ നടുഭാഗം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിനെ 12 കഷ്ണങ്ങളാക്കി മുറിച്ചു. അപ്പൊ ഓരോ കഷ്ണം എന്ന് പറയുന്നത് എത്രയാണ്? എത്രയാണടാ? 30 ഡിഗ്രി. ഒരു ചെറിയ കഷ്ണം എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പൊ നോക്കിയേ, നമ്മുടെ ഹാൻഡ്സ് ആൻഡ് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എത്രയാ ഗ്യാപ്പ് ഉള്ളത്? ഇവിടെ 30, ഇത് പിന്നെയും 30. 2 30കളല്ലേ ഉള്ളത്? 2 30 എന്ന് പറഞ്ഞാൽ എത്രയാ? 60 ഡിഗ്രി. 2 30 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. 30 + 30 60 ഡിഗ്രി. ശരിയല്ലേ? അടുത്ത് നോക്കിയേ, വാട്ട് വിൽ ബി ദ മെഷർ ഓഫ് ദി ആംഗിൾ
between the hands at 4 o'clock. അതായത് ക്ലോക്കിലെ സമയം 4 മണിയാകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയാണ്? 4 മണിയാകുമ്പോൾ നമ്മുടെ ഹവോ ഹാൻഡ് മണിക്കൂർ സൂചി എവിടെയായിരിക്കും? 4 മണിക്ക് നമ്മുടെ മണിക്കൂർ സൂചി എവിടെയായിരിക്കും? 4ന്റെ അടുത്ത്. നിങ്ങൾ ആലോചിച്ചേ, മിസ് എന്ത് ചോദ്യാ ചോദിക്കുന്നത്? 4 മണിക്ക് നമ്മളുടെ മണിക്കൂർ സൂചി 4ന്റെ അടുത്തായിരിക്കും. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ ഈ ചെറിയ കഷ്ണം എന്ന് പറയുന്നത് 30, ഇത് 30 30 60 60 30 90 90 30 എത്രയാ? 120. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 4 മണി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ക്ലോക്ക് വരുന്നത്. മണിക്കൂർ സൂചി 4ന്റെ അടുത്താണ്. ഇനി എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര കഷ്ണങ്ങൾ ഉണ്ട് നോക്കുക. 1 2 3 4 1 2 3 4 4 കഷ്ണങ്ങളാണ് അല്ലേ? ഇവിടെ 12 മുതൽ 1 വരെ ഒരു ഭാഗം, 2 ഭാഗം, 3 ഭാഗം, 4 ഭാഗം. ഒരു ഭാഗം എന്ന് പറയുന്നത് 1 പാർട്ട് എന്ന് പറയുന്നത് ഒരു ഭാഗം 30 ഡിഗ്രി ആണെങ്കിൽ 4 എത്രയായിരിക്കും? 4 പാർട്ട് എത്രയായിരിക്കും? 4 × 30 എത്രയാടാ? 120 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതേ കോണളവ് വരുന്ന മറ്റൊരു സമയം എഴുതുക. അതായത് മിനിറ്റ് ഹാൻഡിന്റെയും മണിക്കൂർ സൂചിയുടെയും മണിക്കൂർ സൂചിയുടെയും ഇടയിൽ എത്ര കഷ്ണങ്ങൾ വേണം? 4 കഷ്ണങ്ങൾ വേണം. എന്നാലല്ലേ 120 കിട്ടത്തുള്ളൂ. 4 കഷ്ണങ്ങൾ വേണം. അപ്പൊ നോക്കുക, 4 കഷ്ണങ്ങൾ എവിടേക്ക് ഉണ്ടാക്കാം നമുക്ക്? മിസ് ഇവിടെ 8ലേക്ക് ഒരു വര വരച്ചു എന്ന് വിചാരിക്കാം. ഇപ്പൊ എത്രയായി? 1 2 3 4 4 1 2 3 4 കഷ്ണം. അപ്പൊ എന്ത് വരും? 4 × 30 120 ഡിഗ്രി. വേറെയും ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വേറെയും കോണുകളില്ലേ? ഇതാ ഇപ്പൊ 1ന്റെ അടുത്ത് എന്ന് വിചാരിക്കാം. ഇവിടുന്ന് തുടങ്ങിയാലോ? 1 2 3 4 5 10 ആവുമ്പോൾ എന്ത് തന്നെയാണ്? 120 ആണ്. റൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് വേറെ എഴുതാം, പക്ഷെ കറക്റ്റ് 120 ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 8 മണി എന്ന് പറയാം. 8 മണിക്ക് എന്തായിരിക്കും? 8 മണിക്ക് എന്തായിരിക്കും? അവർ തമ്മിലുള്ള കോണളവ് 120 ഡിഗ്രി ആയിരിക്കും. റെഡി? അടുത്ത് നോക്കാം. റൈറ്റ് ടൈം വെൻ ദ മെഷർ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഇസ് 90 ഡിഗ്രി. അതായത് സൂചികൾക്കിടയിലുള്ള കോണളവ് 90 ഡിഗ്രി വരുന്ന സമയം എഴുതുക. എന്ത് ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ? 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതാണ് 90 ഡിഗ്രി നമുക്കറിയാം. അതേതാ സമയം നോക്കിയേ, ഏത് സമയമാ? 3 മണി. 3 മണി മാത്രാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 മണി ആയാൽ മാത്രാണോ 90 ഡിഗ്രി? ഒരിക്കലും അല്ലടാ. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് തിരിഞ്ഞിരിക്കാം. 9 മണി ആവാം. 9 മണി ആണെങ്കിലും എന്താണ്? കറക്റ്റ് 90 ഡിഗ്രിയാണ് വരിക. റെഡി? ഈസി അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇത് മക്കൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. മിസ് ക്ലൂ പറഞ്ഞുതരാം. വൃത്തത്തിലെ കോൺ, അതാണ് ആക്ടിവിറ്റിയുടെ പേര്. ഇതൊക്കെ കഴിഞ്ഞ മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ഭാഗം നല്ലോണം പഠിക്കണം എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ചിത്രം പരിശോധിച്ചു നോക്കാം. BQY എന്നിവ വൃത്തങ്ങളുടെ കേന്ദ്രങ്ങളാണ്. സെന്റർ, ഇതൊക്കെ സെന്റർ ആണ് സർക്കിളിന്റെ. വൃത്തങ്ങളെ തുല്യ ഭാഗങ്ങളാക്കിയാൽ കിട്ടിയ ബിന്ദുക്കൾ ചേർത്ത് വരച്ചതാണ് വൃത്തത്തിലെ ത്രികോണം, സമചതുരം, പഞ്ചഭുജം എന്നിവ. അതായത് ഈ സർക്കിളിനെ കറക്റ്റ് ആയിട്ട് 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ട്രയാങ്കിൾ വരച്ചത്. ഈ സർക്കിളിനെ കറക്റ്റ് 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആരെ വരച്ചത്? സ്ക്വയർ വരച്ചത്. സർക്കിളിനെ കറക്റ്റ് 5 ആക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഒരു പഞ്ചഭുജം, പെന്റഗൺ വരച്ചത്. അതായത് ഇവിടെയൊക്കെ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തതെന്ന് അർത്ഥം. ക്വസ്റ്റ്യൻ: ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി താഴെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെടുത്തു. ആംഗിൾ XYZ എത്രയാണ്? ഇവിടെ നോക്കി XYZ എവിടെയാന്നുള്ളത് ആദ്യം നോക്കണം. ആംഗിൾ XYZ, ഈ ആംഗിൾ എത്രയാണ്? അപ്പൊ മക്കളെ നമുക്കറിയാം ഇതിനെ ഈക്വലി മുറിച്ചതാണെന്ന് അവർ ആദ്യമേ പറഞ്ഞു അല്ലെ? ഈക്വലി ആണ് കട്ട് ചെയ്തിരിക്കുന്നത്.
ഈക്വലി കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ, ഇത് 2, ഇത് 3, ഇത് 4 അല്ലേ? എത്ര ട്രയാങ്കിൾസ് ആണ്? 1, 2, 3, 4, 5. അതായത് മൊത്തം 360 ഡിഗ്രീനെ 5 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. മൊത്തം 360 ഡിഗ്രീനെ 5 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരു കഷ്ണം എത്രയാ വരുക? 360 എത്രയാ വരുക നോക്കിയേ. 360 ഹരിക്കണം 5. 360 ഹരിക്കണം 5 എത്രയാണ്? 72 ഡിഗ്രി. ഇവിടെ എത്ര വരും? 72 ഡിഗ്രി. ശരിയല്ലേ? ആംഗിൾ എത്ര വരും? 72 ഡിഗ്രി. ഇനി നോക്കാം. വിച്ച് ഫിഗർ ഹാസ് റൈറ്റ് ആംഗിൾ? മട്ടകോൺ ഉള്ളത് ഏത് ചിത്രത്തിലാണ് മട്ടകോൺ ഉള്ളത്? മട്ടകോൺ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 90 ഡിഗ്രി അല്ലേ? ഏതിലാണ് 90 ഡിഗ്രി വരുന്നത്? ഇവിടെയാണ്. കാരണം ഇത് സർക്കിളിനെ കറക്റ്റ് 4 കഷ്ണങ്ങളാക്കി മുറിക്കുന്ന 360 ഡിഗ്രീനെ 4 കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. 360 ഹരിക്കണം 4 എത്രയാ വരും ആൻസർ? 90 ഡിഗ്രി. ഓക്കെ, ഇതിങ്ങനെയാണ് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്? മക്കൾ ചെയ്തു നോക്കണം. തുടർച്ചയായ 4ാമത്തെ ചിത്രം വരച്ച് കോണിന്റെ അളവ് എഴുതുക. ഇതെന്ത് ചെയ്യുക? മക്കളൊന്ന് വരച്ച് നോക്കുക, ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മൊത്തം ഹോംവർക്ക് ആണ്. മിസ് ഒന്ന് മക്കളെ ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രം. ഒറ്റയ്ക്കൊന്ന് ചെയ്തു നോക്കുക, എന്തായാലും ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു പോർഷൻ പഠിക്കാതെ എക്സാമിന് പോവരുത്. നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും വരും. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവ്രിവൺ.